എന്ത് പറ്റിയത്? അടിപൊളി. എന്ത് പറ്റിയത്? ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കോഴിക്കോടേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഈ കോഴിക്കോട് യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, നല്ല കാഴ്ചകൾ കാണുക. ഇതൊരു വലിയ ട്രിപ്പാണ്. അതിലൊരു ഫസ്റ്റ് പാർട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, നമ്മുടെ ട്രിവാൻഡ്രം ടു കോഴിക്കോട്. ഇന്ന് ഫുള്ള് രാത്രിയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ NH വിട്ടിട്ട് നമ്മൾ MC റോഡ് വഴി തൃശ്ശൂർ ചെന്ന് അതുവഴി കോഴിക്കോട് എത്താൻ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു 8-10 മണിയാകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തും. കാരണം ഇതിനിടയിൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം. ലാസ്റ്റ് വരെ കാണുക. ലാസ്റ്റ് നമ്മളൊരു മസ്റ്റ് സാധനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് തുടങ്ങിയാലോ? അതാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് മന്തി കഴിക്കാം. മന്തി കഴിച്ചാലോ ഗൈസ്? അപ്പോൾ നമ്മൾ മന്തി കഴിക്കാം അല്ലേ? മന്തി കഴിക്കണ വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ലൈറ്റ് ഫീൽ ആയിരിക്കും അല്ലേ? പക്ഷെ അതുമല്ല, നമുക്ക് പണ്ടൊരു അനുഭവം ഉണ്ട്. മന്തി കഴിച്ചിട്ട് നമ്മൾ കൊല്ലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. മന്തി കഴിച്ചപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ അവസാനം ഇനിയിപ്പോ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് അങ്ങനെയായി ഗൈസ്. മന്തിക്കടയുടെ ഫ്രണ്ടിൽ മെയിൻ സംഭവം മെയിൻ കാരണം സ്പൈസി ഇല്ല. അതെ, യാത്രയില് കുറച്ച് യാത്ര നല്ല വയറിന് നല്ല സുഖമായിരിക്കും. നമ്മൾ ഈ വേറെ ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ചാലേ വയറ് ഒരുമാതിരി സുഖം കാണൂല അതൊന്ന് പോകാനൊക്കെ ആയിട്ടെ. അപ്പൊ നമ്മുടെ ലൈറ്റ് മന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു കംഫർട്ട് ഫുഡ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഇതുപോലത്തെ ഒരു കംഫർട്ട് ഫുഡ് വേറെ ഇല്ല. ഡൈസ് ആവാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റ് അല്ലേ? ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ബെസ്റ്റ് കുഴിമന്തിയാണ് അല്ലേ? ഫസ്റ്റ് നമ്മുടെ മന്തി മനസ്സിൽ, രണ്ടാമത് സാറി മന്തി. ലേറ്റായിട്ട് കണ്ടുപിടിച്ചത്, അബദ്ധത്തിൽ കണ്ടുപിടിച്ചില്ല. ഇനി പറയണമെന്നും കേട്ടുകൂടാ. ഒരു സുഖം. അടിപൊളി. ഇപ്പൊ നമ്മൾ കഴിച്ചിട്ടാണ്, അപ്പൊ ലൈറ്റ് മന്തിയൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് യാത്ര നാളെ ആക്കിയാലോ? നാളെ നമുക്ക് ഇതുപോലെ ഇതേ സമയത്ത് ഇറങ്ങാം. നാളെ ഒന്നുകൂടെ, അപ്പൊ ഒന്നുകൂടെ മന്തി കഴിക്കാലോ ചുമ്മാ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഗൈസ്. യെസ്, അതിനു മുമ്പേ ഷിഗല്ലയൊക്കെയാണെന്നാണ് പറയണത്. അതായത് ഷിഗല്ല, എബോള, പിന്നെ നിപ്പ, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് നല്ല നല്ല കമ്പനിയിലെ ബ്രാൻഡഡ് മിനറൽ വാട്ടർ മേടിക്കണം. അതൊരു 5-10 ലിറ്റർ വാങ്ങിക്കണം, ഒഴിവാക്കുക. പിന്നെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു പെപ്സി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആണ് പെപ്സി വാങ്ങിച്ച്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. വെഞ്ഞാറമൂട് പാലത്തിൻ്റെ പണി നടക്കുകയാണ്. അതായത് MC റോഡിൽ വെഞ്ഞാറമൂട് പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങോട്ട് വണ്ടി വിടത്തില്ല. ഫുൾ കറങ്ങിയാണ് പോകേണ്ടത്. ഇപ്പം രാത്രി ആയതുകൊണ്ട് ഇതുവഴി പോകാൻ പറ്റും. ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. എത്ര സമയം എടുക്കും പാലം കംപ്ലീറ്റ് ആവാൻ? എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞു തോന്നുന്നു ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയും 2 വർഷമെങ്കിലും എടുക്കും. അല്ല, ഇനി പെട്ടെന്ന് തീരുമായിരിക്കും. കാരണം പില്ലറൊക്കെ റെഡിയായി. കണ്ട, പില്ലറൊക്കെ റെഡിയായി. പിന്നെ ഇവിടെയും ബ്ലോക്ക്ഡ് ആണ്. എല്ലാ സ്ഥലത്തുനിന്നും കറങ്ങി കുറച്ച് കറങ്ങേണ്ടി വരും വെഞ്ഞാറമൂട് നമ്മുടെ MC റോഡിൽ പോകുമ്പോഴേ. ഇത് വെച്ച് നമ്മുടെ നാഷണൽ ഹൈവേ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പിന്നെയും കുഴപ്പമില്ല. കാരണം നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കോഴിക്കോട് വരെ നാഷണൽ ഹൈവേ വഴി പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരു ടാസ്ക്കാണ്. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ പെട്രോൾ സ്റ്റോപ്പ് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കുറച്ചടിച്ചാൽ മതി. കാരണം അങ്ങോട്ട് പോകുമ്പോൾ എറണാകുളത്തൊക്കെ വില കുറവാണ്. ഇവിടത്തെക്കാളും 2 രൂപ എന്തോ വില കുറവാണ്. ഇത് കമ്പനി ഓൺഡ് പെട്രോൾ പമ്പാണ്. കീഴായിക്കോണം എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഓൺഡ് പെട്രോൾ പമ്പാണ് ഭാരതിൻ്റെ. ഇപ്പോൾ പെട്രോൾ അടിച്ചു. പെട്രോൾ അല്ലേ, ഡീസലാണ് കേട്ടോ. ഡീസൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിമാനം. കാരണം പെട്രോൾ ഇപ്പം 114 100 സംതിങ് ആയി. 114-15 അങ്ങനെ എന്തോ ആയി പെട്രോള്. 114-17 അങ്ങനെ എന്തോ ആയി കേട്ടോ പെട്രോള്. അതിന് അടുത്ത് എത്തനോൾ മിക്സ് ചെയ്യാൻ പോകുന്ന അങ്ങനെ കുറെ എത്തനോൾ മിക്സ് പല വണ്ടികൾ മേടിക്കുമ്പോഴും നമുക്ക് അതിൽ കിട്ടുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 10 കൂടുതലായിട്ടുള്ള എത്തനോൾ മിക്സിങ് പാടില്ലെന്നാണ്. ഇപ്പം ഈ 80 ഒക്കെയാണ് ഇപ്പം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്താ അതൊക്കെ അല്ലെങ്കിൽ ഡീസൽ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ.
പതകില്ല. ഡീസലിന് വേറെ എന്തോ കനിഷ്ഠമാര് മിക്സ് ചെയ്യാൻ പോകണമെന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയാനുണ്ട്. പക്ഷെ ഇതുവരെ ഡീസലിന് അങ്ങനെ ഒരു ഇത് സംഭവമില്ല. ഡീസൽ അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇത് കമ്പനി കൊണ്ട് പെട്രോൾ പമ്പാണ്. പിന്നെ അതുമല്ല നമ്മുടെ BPCL നിന്ന് നമ്മൾ എപ്പോഴും പെട്രോൾ അടിക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ റിഫൈനറി ഉള്ളത് BPCL-ലാണ്. അപ്പോൾ നല്ല ഡീസലും പെട്രോളൊക്കെയാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 21 കിലോമീറ്ററായി. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നമ്മുടെ എക്കോസ്പോർട്ടിൻ്റെ മൈലേജ് ചോദിക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ സിറ്റി മൈലേജാണ് 18, ഇപ്പോൾ കണ്ട 18 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോയി കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 20ഒക്കെ ആ റേഞ്ചിലോട്ടൊക്കെ കയറും, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഞാൻ കോഴിക്കോട് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം എത്രയാണ് നമ്മുടെ ആവറേജ് ഫ്യൂവൽ കിട്ടുന്നതെന്നൊക്കെ. ഓക്കെ, നമുക്ക് സിറ്റിയിൽ എങ്ങനെ പോയാലും ഒരു 18 കൂടുതൽ കിട്ടും. ഡീസലാണ്. അപ്പോൾ അത്യാവശ്യം ലാഭമാണ് നമ്മുടെ ഈ എക്കോസ്പോർട്ടിൽ നമ്മൾ ഓടിക്കുന്നത്. എന്ത് പ്രശ്നം പറ്റി? ബാക്കിലോട്ട് എടുത്ത് നോക്ക്. എന്തെങ്കിലും ആക്സിഡന്റ് ആയിരുന്നു കേട്ടോ. എന്താ ചൂടുകെട്ട കൊണ്ടുപോണ ലോറിയാ? പൊട്ടി വീണാണ് റോഡിൽ. പൊട്ടി വീണതാ ആക്സിഡന്റ് ആയിട്ടേ. ഇതില് പ്രശ്നം എന്തെന്നറിയാമോ? അവിടെ എനിക്കൊന്നും ഒരു 30-40 വണ്ടിയെങ്കിലും സൈഡാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വലിയ എന്തോ ആക്സിഡന്റ് ഉണ്ടായി കാണും. കാരണം ഈ ചുടുകെട്ട റോട്ടിൽ വീണ് കഴിഞ്ഞാല് ഇപ്പൊ പോലീസിന്റെ 2-3 വണ്ടി കിടക്കുന്നുണ്ട്, എല്ലാരും സ്ലോ ആയിട്ട് പോകണം. ഇപ്പൊ അത് ചുടുകെട്ട താഴെ കിടന്ന് ആര് ശ്രദ്ധിക്കാൻ, പെട്ടെന്ന് വണ്ടികൾ വന്നിട്ട് അങ്ങനെ ആവാം. അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് ചുടുകെട്ട പൊട്ടി താഴെ വിടുന്നതും ആവാം. പക്ഷെ അല്ല, ഈ ചുടുകെട്ട പൊട്ടി താഴെ വീണിട്ട് അവിടെ പിന്നെ ഡേഞ്ചർ അല്ലേ അത് റോഡിൽ കിടക്കുന്നത്. ഭയങ്കര സീനല്ലേ. അതായത് നിങ്ങളിപ്പോ കണ്ടത് ലാസ്റ്റത്തെ ഒരു ബിറ്റാണ്. ഒരുപാട് ദൂരം ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ക്യാമറ പെട്ടെന്ന് ഓൺ ആക്കി നോക്കിയപ്പോ ഇത് പറ്റിയില്ല. ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. അമ്മ ഇവിടെ ഇരുന്ന് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ സംഭവം പെട്ടെന്ന് സംഭവിച്ചത്. എന്ത് ചെയ്യാല്ലേ, പാവം, ആർക്കും ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. എന്ത് പറ്റിയത്? ആക്സിഡന്റ് കേട്ടോ. എപ്പോഴും വേണം. എവിടെ? അപ്പം നമ്മളിത് തൃശ്ശൂർ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഫുൾ ടാങ്കിന് ഇവിടെ ഇപ്പോൾ റേറ്റ് 102 രൂപയാണ്. നമ്മളവിടെ ട്രിവാൻഡ്രത്ത് നേരത്തെ അടിച്ചപ്പോഴത്തേക്ക് 104 രൂപയാണ് ആയത്. അപ്പോൾ ഇവിടെ തന്നെ നല്ലൊരു വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു വലിയ പെട്രോൾ പമ്പാണ്. നമ്മളെപ്പോഴും വന്നാലും ഈ ഒരു ഇവിടെയാണ് ഇവിടെ വരാറുള്ളത് അല്ലേ ഗൈസ്. അങ്ങനെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നമ്മളത് ഒരു നല്ല രീതിയിൽ റിഫ്രഷ് ആയാലും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വരണ വഴിക്ക് എന്തൊക്കെയാണ് നടന്നത് ഈ കൊച്ചു കേരളത്തിൽ. കാരണം വരണ വഴിക്ക് നമ്മുടെ മറ്റേ ചുടുകെട്ട റോഡിൽ വീണ് കിടക്കുന്ന ആക്സിഡൻറ്റ്, വണ്ടികൾ, ബഹളം, ലോറി, ഈ ഒരു സംഭവബഹുലമായ യാത്രയായിരുന്നു ഇങ്ങോട്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ MC റോഡ് വഴി കോട്ടയം വഴിയല്ല വന്നത്. നമ്മൾ വാളകത്ത് നിന്ന് കട്ട് ചെയ്ത് നമ്മൾ പത്തനംതിട്ട അല്ല എന്തായാലും പത്തനാപുരം റാന്നി കോന്നി റാന്നി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലയിലെത്തി. പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, അങ്കമാലി. അപ്പോൾ അങ്കമാലി കഴിഞ്ഞിട്ടുള്ള പെട്രോൾ പമ്പാണിത്. അപ്പോൾ ഇവിടെയാണ് വന്ന് നമ്മൾ റിഫ്രഷ് ആയത്. പെട്രോളിൻ്റെ വില ഞാൻ പറഞ്ഞില്ലേ 2 രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് 2000 രൂപയ്ക്ക് അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഫുൾ ടാങ്ക് അടിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ യാത്ര തുടങ്ങാം. ഇപ്പോൾ സമയം 2:47 ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളത് പൊന്നാനി എത്തി അല്ലേ? നമ്മളെ NH ഇതൊക്കെ സൂപ്പർ അല്ലേ? ഇത്രയും മനോഹരമായിട്ട് ഈ ഭാഗത്താണെന്ന് തോന്നുന്നു കംപ്ലീറ്റ് ആയതല്ലേ ഇത്രയും. നമ്മളവിടെ കാരണം ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഭാഗത്തൊരു 3/4 ഭാഗം ആയപ്പോഴും നമ്മളോട് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇവിടെ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഫുള്ള്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ
3 മണിക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തപ്പോൾ അങ്കമാലി നിൽക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്ന് നമ്മളിത് 5:30 ആയി ഇപ്പോൾ സമയം. നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ കയറി നിസ്കരിച്ചിട്ടൊക്കെ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് 5:30 ആയപ്പോൾ നമ്മളിത് പൊന്നാനി എത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. ഞാനാണെങ്കിൽ ഇന്ന് നമ്മളെ തൃശ്ശൂർ റൗണ്ട് ഉണ്ടല്ലോ, തൃശ്ശൂർ റൗണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. സാധാരണ എപ്പോഴും തൃശ്ശൂർ റൗണ്ട് പാസ് ചെയ്ത് പോകാറാണല്ലോ പതിവ്. പക്ഷെ ഇത്തവണ ഞാൻ തൃശ്ശൂർ റൗണ്ട് ഒന്ന് പോയി കണ്ട് അവിടെ ഈ വടക്കുന്നാഥൻ മറ്റേ ആ അമ്പലമൊക്കെ ഉണ്ടല്ലോ, അമ്പലവും ആ റൗണ്ടും അതൊക്കെ കണ്ട് അവിടെ മഞ്ഞൊക്കെ മൂടി നല്ല രസമായിരുന്നു. ഞാൻ വിഷ്വൽസ് ഇടുന്നുണ്ട് ഓവർലേ ആയിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ വന്ന റൂട്ട് തന്നെ നമ്മൾ അങ്കമാലിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട ചെന്നിട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമ്മൾ കുന്നംകുളം വഴി കട്ട് ചെയ്ത് തിരുച്ചിലോട്ട് കയറിയതാണേ. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി. അമ്മ അങ്കമാലി വെച്ച് തന്നെ സൈഡായി. ഞാൻ ചെറുതായിട്ട് അമ്മ അവളെ അങ്കമാലി വെച്ചങ്ങ് ഉറങ്ങി. ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോ ഞാൻ അറിയിപ്പോയി. കാരണം ഒട്ടും പിടിച്ചത് ഞാൻ വിചാരിച്ചാലും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പോഴേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എണീക്കണുണ്ടായിരുന്നു. കാരണം പഴയതുപോലെ കംഫർട്ടബിൾ കിട്ടില്ല. കാരണം നമ്മൾ വന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളമുള്ള കുറച്ച് ഉൾ റോഡുകളാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കട്ടറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ റോഡായിരുന്നെങ്കിൽ എന്ന് കാണിച്ചിരുത്തണം അമ്മ. ഈ റോഡാണെങ്കിൽ സുഖമായിട്ട് അമ്മ ഉറങ്ങിയ അല്ലേ. നേരം വെളുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം 5:30 ആയി. ഒരു 5:45 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നേരം വെളുക്കും അല്ലേ. നേരം വെളുത്തിട്ട് കാണാം ഗൈസ്. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മുടെ. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ചാലിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ്ട വ്യൂ ഉണ്ടാ. അപ്പോൾ നമ്മളത് അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇത് നമ്മൾ കൊണ്ടുവന്ന പ്ലേറ്റാണ്. നമ്മൾ കൊണ്ടുവന്ന പ്ലേറ്റിൽ വെച്ച് നമ്മൾ കഴിക്കുകയാണ്. നല്ല ചൂട് ബീഫും ചിക്കൻ കറിയും പൊറോട്ടയും. പക്ഷേ ഇതിനല്ല നമ്മൾ വന്ന സ്ഥലത്ത് കടുക്ക, അതായത് നമ്മുടെ കല്ലുമ്മക്കായല്ലേ, കല്ലുമ്മക്കായുടെ ഒരു റോസ്റ്റ് ഇവിടെ കിട്ടും. അത് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല, കടുക്ക ഉണ്ടാക്കിയിട്ടില്ല, ഒരിടത്തും ഇല്ല. ഈ ചാലിയം ഈ ഭാഗത്ത് കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഇല്ല സാധനം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് നല്ല ബീഫും ചിക്കനും കിട്ടി. പിന്നെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ മുളകിട്ട് രാവിലെ മീൻ കിട്ടും. അപ്പം പക്ഷെ നമുക്കത് ഒരുപാട് എല്ലാവരും ഇവിടുത്തെ ഒരുപാട് പേര് ഇത് കഴിക്കണുണ്ട്. പക്ഷെ നമുക്കത് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. അപ്പം നമ്മുടെ രണ്ടുപേരും കൂടെ ഈ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവാണ് ഗൈസ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മലബാർ സൈഡിലെ ആ ഒരു മണം വരുന്നുണ്ടല്ലേ മസാലയുടെ. ഇതും നല്ല ബീഫും. അടിപൊളി. ഒരു വീട്ടിലുണ്ടാക്കുമ്പോഴത്തെ ടേസ്റ്റ് കൊള്ളാൻ കേട്ടോ. സൂപ്പർ സാധനം, സൂപ്പർ ബീഫ്. ഫെറി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ ഫെറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും പോകാൻ പറ്റും. വെള്ള ഡ്രസ്സാണ്. ചിക്കൻ കറി ഓക്കെയാണ്. ബീഫാണ് അടിപൊളി. ഈ മുളകിട്ടത് പോലത്തെ ഒരു കറിയാണ് ചിക്കൻ കറിയുടെ. ഓ, നല്ല മുളകിന്റെ ഒരു കുത്തലുണ്ട് അതിന്. പക്ഷെ ബീഫ് എന്ന് പറയാ പൊടിഞ്ഞു വേണ്ട, പൊടിഞ്ഞാണ് ബീഫ് പറഞ്ഞ. ഒരു രക്ഷയില്ലാത്ത ബീഫ് കറി കേട്ടോ. ടോപ്പ് നോച്ച്. കഴിച്ചിട്ട് വരാം. അപ്പോൾ കഴിച്ച് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നേരെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയി കിടന്നങ്ങ് ഉറങ്ങിയാൽ മാത്രം മതി. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ മൈലേജ് എത്രയാണെന്നല്ലേ. ഇത് നമ്മളിപ്പോൾ ഓടിയത് 93 കിലോമീറ്ററാണ് ഓടിയത്. ആ 393 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് ആവറേജ് ഫ്യൂൽ റേറ്റ് കിട്ടിയത് 22.3 ഇത് കിട്ടിയത് അത്രയും ട്രാഫിക്കുള്ള ചെറിയ റോഡിലൂടെ ഓടിച്ചിട്ടാണ് ഈ ഒരു മൈലേജ് കിട്ടിയത്. നല്ല പക്ക ഹൈവേ ഒക്കെ ആണെങ്കിൽ 24 വരെ കിട്ടും. അതായത് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്കും പക്ക ബാംഗ്ലൂർ ത്രൂ ഹൈവേ ഉണ്ടല്ലോ, അവിടേക്ക് 24 കിട്ടും. അല്ലാതെ 22 നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. ഓക്കെ,
അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കോഴിക്കോടുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.